എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രവീന്ദ്രൻ നടക്കാൻ പോയിട്ട് വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്തൊക്കെ രവീന്ദ്രന്റെ മനസ്സിൽ മധുസൂദനൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു, ശ്രീകാന്തും വർഷയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ. അങ്ങനെ വരുമ്പോഴാണ് ശ്രീകാന്ത് റെസ്റ്റോറന്റിലേക്ക് പോകാനായിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, അല്ല നീ എങ്ങോട്ടാ രാവിലെ റെസ്റ്റോറന്റിലേക്ക് പോവാച്ചാന്ന് പറയണം. അതെ, നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോന്നു? കുഴപ്പമില്ല അച്ഛാ, നല്ല രീതിയിൽ തന്നെ പോന്നു. ഇനി എനിക്ക് എന്റെ ആഗ്രഹം സ്വന്തമായിട്ട് റെസ്റ്റോറന്റ് തുടങ്ങണമെന്നുള്ളതാ. അതിന് കുറച്ച് പൈസയൊക്കെ വേണം അച്ഛാ. ലോണിനൊക്കെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ചിലപ്പം കിട്ടിയേക്കുമെന്ന് പറയാം. ഇത് കേട്ടതും രവീന്ദ്രൻ പറഞ്ഞു, ആ ശരിയാ, അതൊക്കെ നല്ല കാര്യമാന്ന് പറയണേ. പിന്നീട് ചോദിച്ചു, നിനക്ക് മധുസൂദനെ അറിയാമെന്ന് ചോദിക്കുക. മധുസൂദന അതാരാച്ചാ? അല്ല, ആ KSRTCയുടെ MD എന്നെ ആ പെൻഷൻ തുകയൊക്കെ തടഞ്ഞു വെച്ച അയാളോ? ഓ മനസ്സിലായി മനസ്സിലായി, വർഷയുടെ അച്ഛനല്ലേന്ന് ചോദിക്കുകയാണ്. ആ അല്ല, അപ്പൊ നിനക്ക് വർഷേനെ അറിയാല്ലേന്ന് ചോദിക്കുകയാണ്. അതെ, അയാളുടെ മോളാന്ന് പറയണം. അല്ല, നിങ്ങൾ തമ്മിൽ എങ്ങനെയാ? ഞങ്ങൾ തമ്മിൽ നല്ല ഫ്രണ്ട്സ് അച്ഛാന്ന് പറയണം. ആ എന്താ അച്ഛാ അങ്ങനെ ചോദിച്ചേ? ഏയ് അവളുമായിട്ട് അധികം ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ടാന്ന് പറയാ. അച്ഛാ, അച്ഛൻ ഉദ്ദേശിക്കുന്ന പോലെയൊന്നും അല്ല, അയാളെപ്പോലെ ദുഷ്ടനൊന്നും അല്ല അവരുടെ മോള്. കാരണം അന്ന് സച്ചേട്ടൻ പോലീസ് സ്റ്റേഷൻ ആയ സമയത്ത് ഇറക്കാൻ വേണ്ടിയിട്ട് വർഷയാണ് വന്നത്. വർഷ കാരണം അന്ന് സച്ചേട്ടനെ പുറത്തിറക്കാൻ പറ്റിയെന്ന് പറയാ. ഇത് കേട്ടൻ രവീന്ദ്രൻ പറഞ്ഞു, അതൊക്കെ ശരിയായിരിക്കും, അതിന് അവളോടൊരു താങ്ക്സ് പറഞ്ഞേരെ. പക്ഷെ അതിന്റെ പേരിൽ അവളുമായിട്ട് കൂടുതൽ അടുപ്പത്തിനൊന്നും പോകണ്ടെന്ന് പറയാ. അതെന്താച്ചാ അങ്ങനെ പറഞ്ഞേ? ആ മധുസൂദൻ ആള് ശരിയല്ലാന്നേ. അയാളുടെ പിടിപാടൊക്കെ അറിയാലോ. അയാളെ വലിയ ഏതാണ്ട് കൊമ്പത്തെയാന്നുള്ള രീതിയിലാ അയാളുടെ നടപ്പും മട്ടുമൊക്കെ. അയാളൊരു പക്കാ ഫ്രോഡ് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ എന്റെ പെൻഷൻ തുക പിടിച്ചു വെച്ചേ. അതുകൊണ്ട് അവരുമായിട്ട് അധികം കമ്പനിയൊന്നും നമുക്ക് വേണ്ടാന്ന് പറയാ. അല്ലച്ചാ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല വർഷ. എന്തൊക്കെ തന്നെയാളും കുഴപ്പമില്ല, അറിയാലോ. ആ പെങ്കുച്ചുമായിട്ട് അധികം ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ അങ്ങോട്ട് പോവാ. പെട്ടെന്ന് രവീന്ദ്രൻ നിന്നിട്ട് പറഞ്ഞു, അതെ ഒരു കാര്യം കൂടി ഉണ്ട്. എന്താച്ചാ, ഇത് സച്ചി അറിയണ്ട കേട്ടോ. സച്ചി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതായിരിക്കും അടുത്ത പ്രശ്നം ഉണ്ടാക്കുന്നത്. അറിയാലോ സച്ചിയുടെ സ്വഭാവം, വെട്ടൊന്നും മുറി രണ്ടെന്നുള്ള. ശരി അച്ഛാന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അങ്ങോട്ട് പോവാണ്. പിന്നീട് രവീന്ദ്രൻ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ചന്ദ്രമതി വീടൊക്കെ പൊടിയൊക്കെ കൊട്ടി കുടയുവാണ്. ഇതെന്താ അത്ഭുതം? നീ എന്താ ചന്ദ്ര നേരത്തെ എഴുന്നേറ്റെന്ന് ചോദിക്കും. അതെന്താ, ഞാൻ എപ്പോഴും അവിടെ കിടക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? അല്ല, അതല്ല, നീ ഇങ്ങനെയൊന്നും പതിവില്ല. അതിപ്പോ പതിവില്ല എന്ന് പറഞ്ഞാൽ വേറെ ആരും ചെയ്യാനില്ലല്ലോ. അവളൊരുത്തിയുള്ളത് അങ്ങോട്ട് പോയതല്ലേന്ന് ചോദിക്കുകയാണ്. ഓ, അത് പോയതല്ല, നീ പറഞ്ഞു വിട്ടല്ലേ. ആടിമാസം ആണെന്ന് പറഞ്ഞാൽ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടല്ലേന്ന് ചോദിക്കും. അതിന് ഞാൻ അവളെ മാത്രമല്ലേ പറഞ്ഞു വിട്ടുള്ളൂ, സച്ചിനെ പറഞ്ഞു വിട്ടില്ലല്ലോ. ഓ, അതാണ് കാര്യം. അതിനെന്തിനാ സച്ചിയാ പുറകെ പോയിന്ന് ചോദിക്കാം. അത് പിന്നെ സച്ചി ചിലപ്പം ഒരു ദിവസം മാറി നിന്നായിരിക്കും. അല്ല, ഇന്നലെ നീ ഇവിടെ ഫുഡൊന്നും ഉണ്ടാക്കിയില്ലോ, അപ്പൊ സച്ചി ഫുഡ് കഴിക്കാൻ പോയതാ. അപ്പൊ കഴിച്ചു കഴിഞ്ഞ് പിന്നെ അവിടെ കിടന്നിട്ട് രാവിലെ വരാന്ന് വെച്ചാണെന്ന് പറയാം. എന്നാലും കൊള്ളാം, ആടി മാസത്തിൽ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോ അവനും ആ പുറകെ പോയിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആടി മാസത്തിൽ പറഞ്ഞു വിടേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് പറയണം. അപ്പൊ നിങ്ങളല്ലേ അവനെ പറഞ്ഞു വിട്ടേന്ന് നിൽക്കും. ദേ, വെറുതെ ഇല്ലാത്ത കാര്യമൊന്നും പറയില്ല ചന്ദ്രയെന്ന് പറയണം. അപ്പോഴാണ് സച്ചിയുടെ വരവ് അങ്ങോട്ട്. സച്ചിനെ കണ്ടതും ചന്ദ്രവതി മനസ്സിൽ പറഞ്ഞു, അപ്പൊ പേടിയുണ്ട്. ഇന്നലെ വിളിച്ചു പറഞ്ഞ ഉടനെ തന്നെ രാവിലെ തന്നെ അമ്മായിമ്മ പറഞ്ഞു വിട്ടിട്ടുണ്ട്. സച്ചി അകത്തേക്ക് വന്നിപ്പം രവീന്ദ്ര ശ്വാസ, അല്ല നീ രാവിലെ തന്നെ പോന്നെന്ന് ചോദിക്കുക. രാവിലെ പോന്നച്ചാന്ന് പറയാണ്. ഈ സമയം ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തോടെ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങുമ്പം സച്ചി പറഞ്ഞു, നീ എന്താ അവിടെ നിൽക്കുന്നത്, ഇങ്ങോട്ട് കയറി വരാൻ പറയാണ്. രവീന്ദ്രൻ ചോദിച്ചു, അതാരാന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞ് പെട്ടെന്ന് ചന്ദ്രമതി തിരിഞ്ഞു വന്നു, ധാരാന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് രേവതിനെ കണ്ടേ. ഇവളോ? ഇതെന്താ അച്ഛാ ഇങ്ങനെ നോക്കണേ? ഒന്നുമില്ല, വാ മോളെന്ന് പറയാണ്. പെട്ടെന്ന് ചന്ദ്രമതിക്കാണ് എന്ത് ചെയ്യണമെന്നറിയില്ല. ചന്ദ്രമതി, എടാ നീ എന്തിനാ ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നേ? അമ്മ എന്തിനാ ആദ്യമായിട്ട് രേവതിനെ കാണുന്ന പോലെ ഇങ്ങനെ നോക്കണേന്ന് ചോദിക്കാം. അല്ല, ഇവളെ ആടിമാസത്തെ വീട്ടിൽ കൊണ്ടേ വിട്ടാലേ, പിന്നെ നീ എന്തിനാ കൂട്ടിക്കൊണ്ടു വന്നേന്ന് ചോദിക്കും. ഈ സമയം രേവതിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്ത ടെൻഷൻ. ഇനിയിപ്പോ അമ്മ ഇതിന്റെ പേര് ചീത്ത പറയോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. പെട്ടെന്ന് സച്ചി പറഞ്ഞു, അതിന് ഞാനിവളെ കൂട്ടിക്കൊണ്ടു വന്നാൽ എന്താ കുഴപ്പമിരിക്കണേ? ഇവിടെ രേവതി, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാ സച്ചിയേട്ടൻ വിളിച്ചോണ്ടാ ഞാൻ വന്നേന്ന് പറയാം. ഓഹോ, അപ്പൊ ഇവൻ വിളിച്ചോണ്ടാ നീ കൂടി ചാടിത്തുള്ളി പുറപ്പെടുവില്ലേ? നിന്നോട് ഒരു മാസം കഴിഞ്ഞിട്ട് വന്നാമെന്നും പറഞ്ഞോണ്ടല്ലേ അങ്ങോട്ട് വിട്ടെ. ഈ ഒരു മാസക്കാലം നിങ്ങള് വേറെ വേറെ കിടക്കണ്ടല്ലേ, അതുകൊണ്ടല്ലേ അങ്ങോട്ട് പറഞ്ഞു വിട്ടെ. നീ എന്തിനാണ് ഇപ്പൊ അവളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നേ? എന്താ അവിടെ വല്ല പ്രശ്നം ഉണ്ടാക്കിയോന്ന് ചോദിക്കാം. ഇത് കേട്ട സച്ചി പറഞ്ഞു, അതെ പ്രശ്നം ഉണ്ടെന്ന് പറയാണ്. രേവതി അന്താളിപ്പോടെ നോക്കുക, ഗജാനന്ദന്റെ കാര്യം എങ്ങാനുമാണോ പറയാൻ വരുന്നതെന്ന്. അതെ, പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയല്ല പ്രശ്നം, ഇവിടെയാ പ്രശ്നം. എന്റെ വയറിന്റെ പ്രശ്നം എന്ന് പറയണം. വയറിന്റെ പ്രശ്നം? അതെ, വയറ്റിലേക്ക് എന്തെങ്കിലും ചെല്ലണമല്ലോ. ഇന്നലെ ഇവിടെ ഒരു ഫുഡ് പോലും ഉണ്ടാക്കിയില്ല, ഞാൻ അവിടെ പോയാ ഫുഡ് കഴിച്ചേ. രേവതി ഇവിടെ ഉണ്ടെങ്കിൽ അവൾ മര്യാദയ്ക്ക് എന്തെങ്കിലും ഫുഡെങ്കിലും ഉണ്ടാക്കി തരുമെന്ന് പറയാം. ഇത് കേട്ടൻ രവീന്ദ്രൻ പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയണം. ചന്ദ്രമതി പറഞ്ഞു, അതിന് നീ ഇവളെ കൂട്ടിക്കൊണ്ട് വേണ്ട വല്ല കാര്യമുണ്ടോ? ഇവളെ കൂട്ടിക്കൊണ്ട് വന്നില്ല എങ്ങനെയാമ്മ ഞാൻ ഫുഡ് കഴിക്കുന്നേ? അമ്മ നേരം വേണം വല്ലതും ഉണ്ടാക്കി തന്നുവോ?
ഇല്ലല്ലോ, ഞാൻ നോക്കിയിട്ട് ഇത് ഒരു മാർഗം കണ്ടോളൂ എന്ന് പറയാണ്. വേറൊന്നും കണ്ടില്ല. രേവതി നീ അകത്തേക്ക് കയറി പോകാൻ നോക്കാൻ പറയാണ്. ഇത് കേട്ടൻ ചന്ദ്രമതി പറഞ്ഞു, ഓഹോ അപ്പൊ നീ മനഃപൂർവ്വം അപ്പൊ നിന്നെ പിന്നെ എന്തിനാ ആടിമാസത്തിൽ പറഞ്ഞു വിട്ടെന്ന് ചോദിക്കുക. ഇത് കേട്ടത് സച്ചി പറഞ്ഞു, അമ്മ കുറെ സമയമല്ല ഈ ആടിമാസം എന്ന് പറയണേ. ഈ സമയം ചന്ദ്രമതി ഞാൻ ആടി കഴിഞ്ഞിട്ടില്ല എന്ന് പറയണം. ആടി കഴിഞ്ഞിട്ടില്ല, അമ്മ ഒരു കാര്യം ചെയ്യാം, അങ്ങോട്ട് മാറി എന്നങ്ങോട്ട് ആടാൻ പറയണം. ഇത് കേട്ടൻ രവീന്ദ്രൻ അങ്ങോട്ട് ചിരിച്ചു. ഈ സമയം ചന്ദ്രമതിക്ക് ദേഷ്യം വന്നു. കളിയാക്കുന്നോടാൻ വിളിച്ചോട് പിടിച്ചൊരു തള്ളുവാണ് സച്ചിനെ അങ്ങോട്ട്. സച്ചി പെട്ടെന്ന് രേവതിയുടെ ദേഹത്തേക്ക് വന്ന് വീണു. രേവതി പെട്ടെന്ന് സച്ചിനെ കയറി പിടിച്ചു. രണ്ടുപേരും കൂടെ കണ്ണി നോക്കി നിൽക്കുവാണ്. ഈ കാഴ്ച കൊണ്ട് ചന്ദ്രമതിക്ക് ദേഷ്യം വന്നു. ആടിമാസത്തിൽ രണ്ടുപേരെ പിരിക്കാൻ നോക്കി കഴിയുമ്പോൾ ഒന്നിനൊന്നിനും അവർ ഒട്ടിച്ചേർന്ന് വീണ്ടും ഇരിക്കുവാണല്ലോ എന്റെ ഭഗവാനെ എന്ന് വിചാരിച്ച്. പിന്നീട് രേവതിയോട് സച്ചി പറഞ്ഞു, ഇനി അകത്തേക്ക് കയറി ചെല്ലാൻ പറയണം. അങ്ങനെ രേവതി അകത്തേക്ക് കയറി പോവാ. ചന്ദ്രമതി രൂക്ഷമായിട്ട് ഇങ്ങനെ നോക്കുക രേവതിനെ. രേവതി അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഈ സമയം സച്ചി പറഞ്ഞു, അമ്മ നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ ശ്രുതി ഉണ്ടല്ലോ, അവര് വേറെ പോയിട്ടൊന്നുമില്ല, പിന്നെ എന്താ കുഴപ്പം? അതിന് അവര് രണ്ട് മുറിയില്ലേ കിടക്കുന്നേ, എന്നാ ഞങ്ങളും രണ്ട് മുറി കിടന്നോളാം, അവൾ ഇവിടെ ഉണ്ടെന്നോർത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ആകാശം ഇടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ലെന്നും പറഞ്ഞിട്ട് സച്ചിയും കൂടെ മുറിയിലേക്ക് അങ്ങോട്ട് കയറി പോവാ. മുറിയിലേക്ക് കയറി ചെന്നപ്പോ രേവതിക്ക് ആപ്പ ടെൻഷനായിട്ട് രേവതി നിൽക്കുക. നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നേ? ഒന്നുമില്ല. അപ്പൊ എന്നെയും കൂടെ കൂട്ടിക്കൊണ്ട് വന്നാൽ ഇവിടുത്തെ ചോറും കറികളും ഉണ്ടാക്കാനല്ലേന്ന് ചോദിക്കുക. എനിക്ക് മനസ്സിലായെന്ന് പറയാണ്. ഇത് കേട്ട സച്ചി പറഞ്ഞു, ഞാനത് വെറുതെ പറഞ്ഞല്ലേ, അതുകൊണ്ട് മാത്രമല്ല നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അതെ, നീ ഇന്നെ അവിടെ നിർത്തിയിട്ട് ഞാൻ എങ്ങനെ ഇങ്ങോട്ട് പോരുന്നേ? ആ ഗജാനന്ദൻ ചിലപ്പോൾ ഇനിയും വരും. നീ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഇനിയും വരും. അതുകൊണ്ടാണ് നിന്നെ ഞാനും കൂടെ കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറയാം. പെട്ടെന്ന് രേവതി പറഞ്ഞു, അല്ല ഞാന് അവിടെ ഉണ്ടോ ഇല്ലെന്ന് അയാൾക്ക് അറിയത്തില്ലോ, ചിലപ്പോൾ അയാൾ ഇനിയും വന്നാലോ. അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അല്ല അവിടെ ദേവു അവരൊക്കെ ഇല്ലേ, അതിനൊക്കെ ഉള്ള ആളെയൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്, പൈസയും കൊടുത്തിട്ടുണ്ട്. അവിടെ എങ്ങാനും ഗജാനന്ദം വന്നിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് ഫോൺ വിളിച്ചു പറയും, പിന്നെ അവന്റെ ഞാൻ പൊങ്കാല ഇടും ഉറപ്പാന്ന് പറയണം. ഇത് കേട്ടൻ രേവതിക്ക് സന്തോഷമായി. എന്താണെങ്കിലും തന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലോ സച്ചി, അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുകയാണ്. പിന്നീട് കാണിക്കുന്ന രവീന്ദ്ര ഹാളി പത്രമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് പലചരക്കട എന്ന സാധനമായിട്ട് ഒരു പയ്യൻ അങ്ങോട്ട് വന്നേ. പെട്ടെന്ന് രവീന്ദ്രൻ ചോദിച്ചു, ഇതെന്താ? അല്ല വീട്ടിലേക്കുള്ള സാധനങ്ങളാന്ന് പറയണം. ഓ ശരിയെന്ന് പറയണം. അങ്ങനെ അവനവിടെ നിൽക്കുന്നതിനും സച്ചി പെട്ടെന്ന് വന്നു. ആഹാ, നീ എന്താ ഇപ്പോഴാണ് കൊണ്ടുവരുന്നതെന്ന് ചോദിക്കുക. അല്ല ഇപ്പോഴാണ് എടുത്തു വെക്കാൻ പറ്റിയെന്ന് പറയാം. ശരി ബില്ല് ഇങ്ങോട്ട് തരാൻ പറയാണ്. ബില്ല് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും 7500 രൂപ. ഇതെന്നാടാ 7500 രൂപ? സാധാരണഗതി 4000 രൂപ ആവുണ്ടായിരുന്നല്ലോ. നീ എന്താ വേറെ വീട്ടിലേക്കുള്ള സാധനമായിട്ടാണ് ഇങ്ങോട്ട് വന്നേക്കുന്നേ? സാധനങ്ങൾ നോക്കിയോ കുറെ കൂടുതലുണ്ട്. എടാ ഇതെന്താടാ, നിനക്ക് ഓർഡർ മാറിപ്പോയെന്ന് ചോദിക്കും. ഇല്ല, ഇതേ സുധിയേട്ടൻ വന്ന് ഓർഡർ ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കെന്ന് പറയണം. എന്നാലും 7500 രൂപയുടെ ബില്ലോ? ആ ഒരു കാര്യം ചെയ്ത് നീ പൊക്കോ, വൈകുന്നേരം ഞാൻ അങ്ങോട്ട് പൈസ എത്തിച്ചേക്കാന്ന് പറയണം. ശരിയെന്നും പറഞ്ഞ് അവൻ അങ്ങോട്ട് പോവാണ്. ഈ സമയം ഇങ്ങനെ സച്ചി ബില്ല് മൊത്തം നോക്കുക. ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. 4000 രൂപ നിൽക്കേണ്ട കാര്യം 7500 രൂപയല്ലേ. അങ്ങനെ ബില്ല് നോക്കി കഴിഞ്ഞപ്പോൾ ആദ്യം കണ്ട് ഇതെന്താ ഓയില്? അലീവ് ഓയിലോ? ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല. ഇതെന്താ ചെയ്യ എഴുതിയേക്കെന്ന് ചോദിക്കണേ. എടാ അത് ഒലീവ് ഓയിൽ. അതെന്താ ഓയിലാ അച്ഛാ? അതെന്താ വെച്ചാ ഒരു ഓയിൽ ഒരു എണ്ണയാന്ന് പറയണ. ഈ എണ്ണയ്ക്ക് ഇവിടെ ആരോ ഉപയോഗിക്കുന്നേ? ഒന്നും അങ്ങോട്ട് മനസ്സിലായില്ല. പെട്ടെന്നാണ് ചന്ദ്രമതി അങ്ങോട്ട് വന്നേ. ചന്ദ്രമതി പറഞ്ഞു, അത് മിക്കവാറും ശ്രുതി ഓർഡർ ചെയ്തായിരിക്കും എന്ന് പറയണം. ഓഹോ അങ്ങനെ വരട്ടെ, അപ്പൊ അതാണ് കാര്യം. അപ്പൊ അതായിരിക്കും പൈസ കൂടിയെന്ന് പറയണം. പെട്ടെന്ന് സച്ചി ബാക്കിയും കൂടെ എടുത്ത് നോക്കുവാണ് ബില്ല് നോക്കിയിട്ട്. ഇതിന് ചന്ദ്രമതി പറഞ്ഞു, നീ എന്താടേ നോക്കുന്നേ? അമ്മ ഇതൊക്കെ നോക്കണല്ലോ, രൂപ 7500 എണ്ണി കൊടുക്കണ ഞാനാ, വേറെ ആരും അല്ലെന്ന് പറയാണ്. വീണ്ടും സച്ചി അതെല്ലാം സെർച്ച് ചെയ്യണം. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്ത് കുറെ കശുവണ്ടി മുന്തിരി എല്ലാം കിലോ കണക്കിന് ഇരിക്കുന്നു. ആഹാ, വെറുതെ അല്ല പൈസ ആയത്. പെട്ടെന്ന് തന്നെ സച്ചി എന്ത് ചെയ്യണം, സുധിയുടെ മുടിയുടെ ഫ്രണ്ടിൽ പോയി തട്ടുവാണ് കഥയില്. എടാ ഇങ്ങോട്ട് ഇറങ്ങി വാടാ, പെരും കള്ളാന്ന് വിളിച്ചോണ്ട് ഇങ്ങനെ വിളിക്കുവാണ്. പെട്ടെന്ന് സുധി അങ്ങോട്ട് ഇറങ്ങിയത്. എന്താ കാര്യം ചോദിക്കുവാണ്. അതെ, നീയാണോ അതൊക്കെ ഓർഡർ ചെയ്തേന്ന് ചോദിക്കുക. ഇത് കേട്ട് സുധി പറഞ്ഞു, ഞാനാ ഓർഡർ ചെയ്തേ. ആഹാ അത് കൊള്ളാം. എടാ നീയല്ല ഇതെന്തിനാ ഇതെല്ലാം ഓർഡർ ചെയ്തേ? അതെ, ജ്യൂസ് കുടിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാ. ഇതൊക്കെ കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാവണം എന്ന് പറയാം. ഓഹോ, അപ്പൊ ഇതൊക്കെ കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാവുള്ളല്ലേ? പെട്ടെന്ന് രവീന്ദ്രനോട് സച്ചി ചോദിച്ചു, അല്ലച്ചാ ഇതൊക്കെ കഴിച്ചിട്ടാണ് ഇത്രയും കാലം ഞങ്ങൾക്ക് ആരോഗ്യം ഉണ്ടായെന്ന് ചോദിക്കും. ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ഇതൊക്കെയാണോ അച്ഛൻ മേടിച്ചു തന്നെന്ന് ചോദിക്കും. ഇതൊക്കെ ഞാൻ മേടിച്ചാൽ എൻ്റെ എവിടുന്ന് അതിന് മാത്രം പൈസ ഇരിക്കണമെന്ന് ചോദിക്കുക. ഇത് കേട്ടോ സച്ചി പറഞ്ഞ്, കേട്ടല്ലോ, ഇതൊന്നും തിന്നിട്ടല്ലോ ഇത്രയും കാലം വളർന്നു വന്നേ, പിന്നെ എന്തിനാടാ ഇപ്പൊ ഇതൊക്കെ വാങ്ങിച്ചെന്ന് ചോദിക്കുക. ശ്രുതി പറഞ്ഞ്, അത് ശ്രുതിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാന്ന് പറയാ. ഓഹോ കൊള്ളാം, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതെല്ലാം വാങ്ങിക്കണം അല്ലേ? കൊള്ളാലോ. 1500 രൂപ ഇതിന് മാത്രമായിട്ട് ആയിട്ടുണ്ടെന്ന് പറയാണ്. ഈ സമയമാണ് ശ്രുതി അങ്ങോട്ട് വരുന്നത്. ശ്രുതി വന്നു വെച്ച്, എന്താ അവിടെ ഒച്ചപ്പാടെന്ന് ചോദിക്കണം. ഓഹോ, അപ്പൊ നിനക്ക് വേണ്ടിയിട്ടല്ലേ ഈ സാധനങ്ങളല്ലേ ഇവൻ വാങ്ങിയത്? പക്ഷെ ഒരു കാര്യമുണ്ട്, നിനക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ടെങ്കിലേ അതിന്റെ പൈസ ദേ ശ്രുതിയോട് തരാൻ പറയാ എന്ന് പറയാണ്.
ഇത് കേട്ട് ശ്രുതി ഒന്ന് സുധീനെ നോക്കണം. ഈ സമയം ചന്ദ്രമതി നീ എന്തൊക്കെയാ സച്ചി പറയണേ? ഇത് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടല്ലേ വാങ്ങിയത്? അതെ, ഞങ്ങൾക്ക് ആർക്കും ഇതൊന്നും വേണ്ട. ഇതൊക്കെ തിന്നിട്ടല്ല ഞങ്ങൾ ഇത്ര നാളും ജീവിച്ചോന്നേ. പറഞ്ഞു കേട്ടല്ലോ. ഇവന്റെ ഭാര്യയ്ക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൈസ ഇവൻ തരട്ടെ എന്ന് പറയാണ്. പിന്നീട് നോക്കിയപ്പോൾ വേറെ സാധനങ്ങൾ ഇരിക്കുന്നു. ഇതിനകത്ത് എന്താന്ന് ഓർത്തോണ്ട് ആ കവറും കൂടെ തുറന്നു നോക്കുകയാണ്. അതിൻ്റെ അകത്ത് കോസ്മെറ്റിക്സ് ഐറ്റംസ് ആയിരുന്നു, മേക്കപ്പ് സാധനങ്ങളെല്ലാം കൂടെ. ആഹാ, കൊള്ളാലോ. അങ്ങനെ തുറന്നു നോക്കിയ പൗഡറും കാര്യങ്ങളും എല്ലാം കണ്ടു. രേവതിയോട് ചോദിച്ചു, അല്ല നീയാണ് ഇതൊക്കെ ഓർഡർ ചെയ്തതെന്ന് ചോദിക്കും. ഞാനല്ലാന്ന് പറയണ, ഞാനങ്ങനെ പൗഡർ പോലും ഇടാറില്ലെന്ന് പറയാം. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, അതെന്റെ ഐറ്റംസ് ആന്ന് പറയണം. ഓഹോ, നിനക്കല്ലേ? അപ്പൊ ഇത്ര മാത്രം തേച്ചിട്ടാണ് നിന്റെ സൗന്ദര്യം നീ കാത്തു സൂക്ഷിക്കുന്നല്ലേ? അപ്പൊ മേക്കപ്പ് പോയി കഴിഞ്ഞാൽ നീ ഒന്നും അല്ലല്ലേ എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട ശ്രുതി ആകെപ്പാടം നാണം കെട്ട് നിൽക്കുവാണ്. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, നീ അതൊക്കെ എന്തിനാ അന്വേഷിക്കുന്ന സച്ചിന്ന് ചോദിക്കുകയാണ്. ഞാനല്ലാതെ പിന്നെ ആരുടെ അന്വേഷിക്കുന്നേ? ഇതെന്റെ പൈസ കൊടുക്കുന്ന ആളെ ഞാനാ. അപ്പൊ എന്തൊക്കെ സാധനം ഉണ്ടെന്ന് എനിക്ക് നോക്കണം. ഇതിനു വേണ്ടി മാത്രമായിട്ട് എത്ര രൂപ ചെലവായിക്കെന്നറിയാവോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിന് പൈസ കൊടുക്കണമെന്ന് എൻ്റെ ഇല്ല. അതെ, സാധാരണഗതി മേടിക്കുന്നവരുള്ള സാധനത്തിന്റെ പൈസ ഞാൻ 4000 രൂപ കൊടുക്കും. ബാക്കി 3500 രൂപ അധികമായിട്ട് വന്നേക്കുന്ന പൈസ നീ തരണമെന്ന് പറയാം ശ്രുതിയോട്. ശ്രുതി പറഞ്ഞേ, എൻ്റെ പൈസ ഒന്നുമില്ലെന്ന് പറയണം. എടാ, ഭാര്യയ്ക്കെങ്കിലും മേടിക്കുമ്പോ അതിന്റെയെങ്കിലും പൈസ എടാ. അല്ലെങ്കിൽ എന്നാ നീ പൈസ തന്നിരിക്കുന്നേ? എന്നെങ്കിലും പൈസ തന്നിട്ടുണ്ടോ? പൈസ ചോദിച്ചു കഴിയുമ്പോൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നീ ഒഴിഞ്ഞു മാറുമല്ലേ ചെയ്യുന്നതെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, എന്താ സച്ചി ഇങ്ങനെ നീക്ക് പറയണെന്ന് ചോദിക്കുക. രവീന്ദ്രൻ പോട്ടേടാ എന്ന് പറയാ. എൻ്റെ അച്ഛാ, രാവിലെയും വൈകുന്നേരം ഇല്ലാതെ ഓട്ടോ ഓടുന്ന ഞാനാണ്, അറിയാവോ? നടുവിൽ നല്ല വേദനയാ. ഹോസ്പിറ്റലിൽ പോയ പൈസ ആവുമല്ലോ എന്ന് കരുതി ഞാൻ ഹോസ്പിറ്റലിൽ പോലും പോകാതെ പൈസ വെച്ചുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഇങ്ങനെ കോസ്മെറ്റിക്സ് ഐറ്റോ മേടിച്ചോ മനുഷ്യനെ ഇങ്ങനെ വെറുതെ മെനക്കെടുത്താനായിട്ട്, മനുഷ്യനെ ഇടിച്ചു പിടിയാനായിട്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിന്റെ പൈസ തന്നേക്കണം, അല്ലെങ്കിൽ ഈ സാധനം എല്ലാം തിരിച്ചു കൊടുത്തേക്കാൻ പോവാന്ന് പറയാം. പെട്ടെന്ന് രേവതിയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാം, അധികമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുക്കുക, നമുക്ക് റിട്ടേൺ കൊടുക്കാന്ന് പറയാം. പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, വേണ്ട വേണ്ട കൊടുക്കണ്ടെന്ന് പറയാ. എന്നാ അതിന്റെ പൈസ ഇങ്ങ് എടുക്കടാന്ന് പറയാ. എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്ത അവസ്ഥയായിപ്പോയി ശ്രുതി. പെട്ടെന്ന് ശ്രുതി അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോയി. ശ്രുതി അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു, പേഴ്സിനകത്തുനിന്ന് പൈസ ഇങ്ങോട്ട് എടുക്കുവാണ്. ഇത് കണ്ടത് ശ്രുതി എന്നിട്ട്, നീ എന്താ ഇത്, എന്ത് പരിപാടിയാ കാണിക്കണമെന്ന് ചോദിക്കും. അതെ, എനിക്ക് എന്റെ പൈസ കൊടുക്കണമെന്ന് പറയാം. ഇതേ വേണ്ട വേണ്ട, അവൻ അങ്ങനെയൊക്കെ പറയും, നീ എന്റെ പൈസ കൊടുക്കണമെന്ന് പറയാം. മാറി നിൽക്കി ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിനെ അങ്ങോട്ട് മാറ്റിയിട്ട് ശ്രുതി ആ പൈസയായിട്ട് ഇങ്ങോട്ട് വന്നു. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, അതെ പൈസയൊന്നും അവന് കൊടുക്കണ്ട, അവനൊന്നും വാങ്ങത്തൊന്നും ഇല്ല കേട്ടോ, അവൻ വെറുതെ പറഞ്ഞ എന്ന് പറയാണ്. സച്ചു പറഞ്ഞ, ആര് പറഞ്ഞ് വെറുതെ പറഞ്ഞാന്ന്? പൈസ ഇങ്ങോട്ട് തരാൻ പറയാണ്. പൈസ വാങ്ങിച്ചിട്ട് അങ്ങോട്ട് എണ്ണി നോക്കി. ഈ സമയം ശ്രുതി പറഞ്ഞു, മേലാല് ഇനി ഇങ്ങനത്തെ എച്ചിക്കണക്ക് പറഞ്ഞേക്കല്ലെന്ന് പറയാം. സച്ചു പറഞ്ഞു, അതെ ഇനി ഇങ്ങനെ ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ കണക്ക് പറയുക തന്നെ ചെയ്യുമെന്ന് പറയാ. അതെ, ഒരു കാര്യം ചെയ്യേ, ഭാര്യയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഭർത്താവിനോട് മേടിച്ചു തരാൻ പറ. അല്ല നിന്റെ കാര്യം കൂടെ നോക്കേണ്ട കാര്യമൊന്നും എനിക്കില്ലാന്ന് പറയാം. മുഖത്തടിയേറ്റവരെ പോയി ശ്രുതിക്ക്. പെട്ടെന്ന് ശ്രുതി പറഞ്ഞതേ, ഇനി അടുത്ത മാസം തൊട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ ശ്രുതിയുടെ ചെലവിനുള്ള പൈസ ഞങ്ങൾ തന്നോളാം, അറിയാലോ, പലചരക്ക് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചോളാന്ന് പറയാം. ഇനിയിപ്പം ശ്രുതിക്ക് ശമ്പളം കിട്ടും, ശ്രുതിയുടെ എന്റെയും കൂടെ വരുമാനം അമ്മ കുഴപ്പമില്ല എന്ന് പറയണം. ഇത് കേട്ട് ശ്രുതി ഒന്നും മിണ്ടായിരിക്കുക. പെട്ടെന്ന് സച്ചു പറഞ്ഞു, ഇങ്ങനെ വേണം പെൺകുട്ടികളാണെങ്കിൽ, നല്ല വീറും വാശിയുണ്ട്. പക്ഷെ അവൻ കണ്ടില്ലേ, നിൽക്കുന്ന കണ്ടില്ലേ, അന്ന് അവനോടൊന്ന് പറയാൻ പറയത്, അവന്റെ ശമ്പളത്തിൽ നിന്ന് പൈസ തരുമെന്ന്. ഇത് കേട്ടതും ശ്രുതിനെ നോക്കുവാണ്. ശ്രുതി പെട്ടെന്ന്, ശ്രുതി നീ എന്തൊക്കെയാ പറയണേ, ഞാൻ അങ്ങനെയൊന്നും പറയണ്ടെന്ന് പറയണം. ഇത് കേട്ടതും സച്ചു കണ്ടില്ലേ, കേട്ടില്ലേ, അവൻ ആകെപ്പാടെ പൈസ അങ്ങോട്ട് മേടിക്കാൻ അറിയത്തുള്ളൂ, കൊടുക്കാൻ അറിയത്തില്ലെന്ന് പറയാം. വീട്ടു ചെലവിനുള്ള പൈസ പോലും അവൻ തരത്തില്ല എന്ന് പറയണേ. കൊള്ളാം, നല്ല ഭർത്താവെന്ന് പറയണം. ശ്രുതി ആകെപ്പാടെ നാണം കെട്ടി നിൽക്കുക. ചന്ദ്രമതി, നീ എന്തിനാണ് എന്നെ ചലിക്കുന്നത്? നിന്റെ പൈസ കിട്ടിയില്ലെന്ന് ചോദിക്കും. പൈസ കിട്ടി, പക്ഷെ പൈസ കിട്ടിയതുകൊണ്ടായില്ലോ എന്ന് പറയാണ്. ഈ സമയത്ത് ശ്രുതി സങ്കടപ്പെട്ട് ദേഷ്യപ്പെട്ട് മുറിക്കകത്തേങ്ങോട്ട് കയറിപ്പോവാ. ചന്ദ്രമതിക്കാണ് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ചന്ദ്രമതി പറഞ്ഞു, ഇന്നിവിടെ ആഹാരം ഉണ്ടാക്കുന്നില്ല, ഒന്നും ഉണ്ടാക്കുന്നില്ലെന്ന് പറയാ. പെട്ടെന്ന് സച്ചു പറഞ്ഞു, വാ രേവതി, നമുക്ക് പുറത്തു പോയി ഫുഡ് കഴിക്കാന്ന് പറയാണ്. അതെ, അച്ഛൻ എന്തെങ്കിലും വേണോ? വേണമെങ്കിൽ പറ, ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചോണ്ട് വരാന്ന് പറയാം. ചന്ദ്രമതിക്ക് മുഖത്ത് അടിയേറ്റോലേപ്പി. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണിക്കുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാം കേട്ടോ. അപ്പൊ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.